Hebrews chapter 10 verse 39. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്ന. കേട്ടോ, എബ്രായയിലുള്ള ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ ലേഖനം എഴുതുമ്പോ ഇവിടെ പൗലോസാണ് ഈ ലേഖനം എഴുതിയെന്ന് ചരിത്രകാരന്മാർ ചരിത്ര പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും ബൈബിൾ പഠനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ ആത്മാവ് അവിടെയുള്ള ദൈവമക്കളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട്, അവിടെയായിരുന്ന ദൈവമക്കളുടെ ആത്മീയ നിലവാരം അറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അതേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കളുടെ ആത്മീയ നിലവാരം അറിഞ്ഞുകൊണ്ട്, ആത്മീയ തീഷ്ണത മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ ദൈവത്തിന്റെ വചനമയച്ച് ദൈവം നമ്മെ വിടുവിക്കുക. ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം ആത്മാവിൽ സംസാരിച്ച് ഇന്ന് രാത്രി ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് ആത്മീയ വിടുതൽ പ്രാപിച്ച് ദൈവസന്നിധി നിൽപ്പാൻ സ്വർഗം നമ്മെ ഇടയാക്കട്ടെ. ഇവിടെ വായിച്ചത് എങ്ങനെയാ? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടരുണ്ട്. സ്വോത്രം ഉണ്ടോ? ഉണ്ട് ദൈവമക്കള്. ആദ്യ കാലങ്ങളിൽ, ആദ്യ നൂറ്റാണ്ടിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സുവിശേഷവുമായി ദൈവത്തിന്റെ ദാസന്മാർ എഴുന്നേറ്റപ്പോ ന്യായപ്രമാണമുള്ള യാഗം അർപ്പിച്ചുകൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിനായി ന്യായപ്രമാണമുള്ള യാഗം കഴിച്ചു. എന്നാൽ ദൈവത്തിന് അത് പ്രസാദമാകാതെ, ആ യാഗമൊന്നും ദൈവം പ്രസാദിക്കാതെ ആണ്ടുതോറും യാഗം കഴിച്ചു പോകുന്ന പതിവ് അന്നുമുണ്ട് ഇന്നുമുണ്ട്. കേട്ടോ, അതിന്റെ നടുവില് അത് മനസ്സിലാക്കിയ ഭക്തൻ, അത് മനസ്സിലാക്കിയ ദൈവത്തിന്റെ ദാസൻ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തന്റെ പുത്രന് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി ഒരിക്കലായി യാഗമർപ്പിച്ചു. ആ ക്രൂശിലൂടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ഒരിക്കലായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ രക്ഷ കൈവരിച്ച എല്ലാ വർഷവും എല്ലാ ആണ്ടും യാഗം നടത്തേണ്ട കാര്യമില്ല. സന്തോഷം ചെയ്യുമോ? ഇപ്പൊ എല്ലാ വർഷവും യാഗമുണ്ട്, എല്ലാ വർഷവും ഉത്സവമുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. വർഷം നടക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അതൊക്കെ ദൈവം തമ്പുരാൻ പഴയ നിയമകാലത്തോടുള്ള ബന്ധത്തിൽ അത് നിർത്തുവാനിടെ എപ്പം നിർത്തി? തന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്ന് ഈ താണലോകത്തിലേക്ക് തന്റെ പുത്രനെ തന്റെ പദ്ധതിക്കായി അയച്ച് ആ പുത്രൻ കാൽവരി ക്രൂശിൽ യാഗമായി മാറിയപ്പോ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരിക്കൽ യാഗമായ ക്രിസ്തു, ആ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി ആ ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇന്നും രക്ഷിക്കപ്പെടേണ്ടവർക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടവര് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവസന്നിധി നിൽക്കുന്നവര് ആത്മാവിൽ നിറച്ചുകൊണ്ട് ആത്മീയ ഉത്സാഹത്തോടെ ആത്മീയ അനുഗ്രഹത്തോടെ ദൈവസന്നിധി നിൽക്കുവാൻ സ്വർഗം നമ്മെ ഇടയാക്കി. ഇന്ന് രാത്രി അങ്ങനെ ഒരു കൂട്ടര ദൈവത്തിന്റെ ജനം, ദൈവ മക്കൾ, പെന്തക്കോസ്തുകാർ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ, മുൻപേ ജനമല്ലാതിരുന്നവർ, മുമ്പേ ജനമല്ലാത്തവർ ഇപ്പോൾ ദൈവത്തിന്റെ ജനമായി മാറി, ദൈവത്തിന്റെ മക്കളായി മാറി, ദൈവത്തിന്റെ അവകാശത്തിന്റെ കീഴിൽ ആയിത്തീരുക ദൈവം നമ്മെ യോഗ്യരാക്കി തീർത്തെങ്കിൽ നാശത്തിന്റെ കുഴിയിൽ കിടന്ന നമ്മളെ നാശത്തിന്റെ കുഴിയിലായിരുന്നു. പാപത്തിൽ കിടന്നപ്പോ നമ്മൾ ഏത് കുഴിയിലായിരുന്നു? നാശത്തിന്റെ കുഴിയിൽ. ആ കുഴിയിൽ നിന്ന് എന്നെ കരകയറ്റിയത് ആരാ? ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സ്നേഹം ആ കുഴിയിൽ നിന്ന് എന്നെ കരകയറ്റി ദൈവത്തിന്റെ സന്നിധി നിർത്തിയെങ്കിൽ വീണ്ടും നാശത്തിലേക്ക് പോകുന്നവർ കൂട്ടത്തിലാകാതെ ദൈവകൃപ പ്രാപിച്ച് ജീവരക്ഷ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് ഏത് പ്രാപിക്കണം? ജീവരക്ഷ പ്രാപിക്കണം. എന്ത് പ്രാപിക്കണം? രക്ഷ പ്രാപിച്ചവരെ ജീവരക്ഷ പ്രാപിക്കത്തുള്ളൂ. രക്ഷ പ്രാപിക്കാത്തവർക്ക് ജീവരക്ഷ പ്രാപിക്കാൻ കഴിയും. ഇത് നിത്യജീവനെ കുറിച്ച്, നിത്യതയെ കുറിച്ച് ഈ വചനത്തിലൂടെ വ്യക്തമായി പറയുക. ഇന്ന് രാത്രി സ്തോത്രം, ഹല്ലേലൂയ, നാശത്തിലേക്ക് പിന്മാറിപ്പോകുന്ന വലിയൊരു കൂട്ടമാണ് ഇന്ന് രാത്രി നമ്മളെ ചുറ്റുപാടുമുള്ളത്. കേട്ടോ, ഇന്ന് രാത്രി പിന്മാറ്റം വർദ്ധിച്ചു വരികയാണ്. പിന്മാറിപ്പോകുന്നത് എവിടേക്ക് പോവുകയാ? നാശത്തിലേക്ക് പോവുകയാണ്. എന്നാൽ പിന്മാറി പോകത്തക്ക നിലയിൽ
പിശാച് നമ്മളെ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരായി എഴുന്നേൽക്കുമ്പോ അവൻ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലോചന കേട്ടുകൊണ്ട് ദൈവം നീട്ടിവെച്ച ആലോചന പറഞ്ഞ് ദൈവസനിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൃക ജീവിതത്തിൽ എന്ത് നടക്കും? പിന്മാറ്റം നടക്കത്തില്ല. എന്ത് നടക്കും? അവൻ ജീവരക്ഷയിലേക്ക് അവൻ പോകുവാൻ ഇടയാക്കും. അവൻ പിന്മാറുക, പിന്മാറ്റിക്കളയുക. ശത്രു നമുക്കെതിരെ എഴുന്നേൽക്കും. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ പോകാനുള്ളവരല്ല ദൈവവൈദ്യൻ. നാം രക്ഷപ്പെട്ടത് ജീവരക്ഷ പ്രാപിപ്പാൻ. രാത്രി എത്ര പേർക്ക് സന്തോഷമാണ്? ഇന്ന് രാത്രി വചനം എന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഞാൻ ആ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി ദൈവസനി മുൻപോട്ട് പോകണം. അതാണ് ദൈവത്തിന്റെ വചനം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ആരൊക്കെ നാശത്തിലേക്ക് പിന്മാറി പോകുന്നവർ നാശത്തിലേക്ക് പൊക്കോട്ട്. എന്നാൽ ഇന്ന് രാത്രി പഴയ നിയമം നാം നോക്കിയ ശൗലിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ശൗലിനെ ദൈവം രാജാവായി തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിൽ നിർത്തി. എന്നാൽ ദൈവത്തെ അനുസരിക്കേണ്ട ശൗൽ ദൈവത്തിന്റെ സന്നിധിയിൽ ശൗൽ ദൈവത്തെ അനുസരിക്കാത്ത നിമിത്തം ശൗലിൽ നിന്ന് ആര് വിട്ടുമാറി? ദൈവം വിട്ടുമാറി. ഇന്ന് രാത്രി പറയട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യര്, സ്നാനപ്പെട്ട ദൈവവൈദ്യര്, നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ, ജീവിതത്തിന്റെ അന്ത്യം വരെ, അല്ല യേശു ക്രിസ്തുവിന്റെ വരവ് വരെ ആര് നിന്നോടൊപ്പം ഉണ്ടായിരിക്കണം? കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കണം. കർത്താവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടായിരിക്കണം. ആത്മാവിന്റെ നിറവിൽ നീ നിൽക്കണം. അഭിഷേകത്തിന്റെ ശക്തിയോടെ നിൽക്കണം. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ ജീവിതത്തിന്റെ വീഴ്ച നിമിത്തം, ജീവിതത്തിന്റെ ഹാലേലിയ പ്രവൃത്തി നിമിത്തം, ജീവിതത്തിന്റെ അശുദ്ധി നിമിത്തം അഭിഷേകം നഷ്ടപ്പെട്ട എവിടേക്ക് പോകും? നാശിക്കപ്പെടുന്ന പിന്മാറ്റക്കാർ നാശത്തിലേക്ക് പോകുന്ന ആ കുഴിയിൽ ചെന്ന് വീഴേണ്ട ഗതി വരും. ഇന്ന് രാത്രി അത് വരാതിരിക്കണമെങ്കിൽ പ്രാപിച്ച കൃപയ്ക്കൊത്തമാണ് ദൈവസനി നിന്നോണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷം ദൈവമക്കൾ കരങ്ങളെ അടിച്ച് അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവരക്ഷ പ്രാപിക്കുന്നവരെ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ദൈവം നശിച്ചു പോകുന്ന ഒരു കൂട്ടരുണ്ട്. ദൈവം പറയുക അതിനകത്തല്ല. യോഹന്നാൻ 5-ാമത്തെ വാക്യം വായിച്ചു. 1 John chapter 5 verse 5. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവന് അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ഇന്ന് രാത്രി ജീവരക്ഷ പ്രാപിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? വിശ്വാസം. വിശ്വാസം നമ്മളിൽ വർദ്ധിക്കണം. വിശ്വാസം തണുത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. എന്തുകൊണ്ട് വിശ്വാസം തണുത്തു പോകുന്നു? ദൈവസ്നേഹം കുറയുന്നിടത്ത് വിശ്വാസം തണുത്തു പോകുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരിൽ എന്തുണ്ട്? വിശ്വാസമുണ്ട്. അവരിൽ വിശ്വാസം വർദ്ധിച്ചു വരും. വിശ്വാസത്തിന്റെ വർദ്ധനവ് എന്തിന് കാരണമായി തീരും? ജീവരക്ഷയ്ക്ക് കാരണമായി തീരും. ഇന്ന് രാത്രി ഈ ലോകപ്രകാരം എന്തെങ്കിലും വിഷയത്തിന്റെ മേൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ട് അതിന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ നിന്റെ വിശ്വാസം കുറയരുത്. നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. വിശ്വാസത്തിൽ ഒരു വർദ്ധനവ് ഉണ്ടായിരിക്കണം. ഇന്ന് രാത്രി ദൈവമക്കൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കണം? ഇതുവരെ പോയതുപോലെയല്ല. എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചാൽ മാത്രമേ ആ ജീവരക്ഷ പ്രാപിക്കുന്നവർ കൂട്ടത്തിൽ ഞാൻ ആകത്തുള്ളൂ. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകും. പിന്മാറ്റത്തിലേക്ക് പോകുന്നവൻ നാശത്തിലേക്ക് പോകുക. നാശത്തിന്റെ കുഴിയിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിലാകും. രാത്രി ഒരു കാര്യം പറയട്ടെ, അവൻ രക്ഷിക്കപ്പെട്ടു കാണും, സ്നാനപ്പെട്ടു കാണും, ബന്ധുക്കോസിനകത്ത് വന്നു കാണും. നീ വന്നിട്ട് അവൻ പിന്മാറ്റത്തിൽ പോയാൽ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. പിന്മാറ്റത്തോടെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ, നിനക്ക് മടങ്ങി വരാൻ ഒരു അവസരം ദൈവം ഒരുക്കുക. നീ മടങ്ങി വന്നോ? സ്വന്തം ദൈവത്തോട് ഏറ്റു പറഞ്ഞു മടങ്ങി വന്ന ദൈവം നിന്നെ രക്ഷിക്കും. ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നിൽക്കണം. വിശ്വാസത്തോടെ നിൽക്കണമെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. യോഹന്നാൻ വ്യക്തമായി പറയുക, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ
അവന്റെ കൽപ്പനകളെ, ദൈവത്തോടുള്ള സ്നേഹം എന്തോ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. ആമേൻ. ആരുടെ കൽപ്പന അനുസരിക്കണം? രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ, സ്നാനപ്പെട്ട ദൈവവൈതൽ, ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ ദാസന്മാരിലൂടെ, ദൈവത്തിന്റെ വചനത്തിലൂടെ ഉപദേശം, ദൈവത്തിന്റെ കൽപ്പനയാ. അത് കേട്ടച്ച് അതിന് മാർക്കിടാനോ ആമേൻ സ്തോത്രം ആമേൻ അതിനെതിരെ സംസാരിക്കാനോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഏറ്റെടുത്ത് ആമേൻ ദൈവസേന പോയാ നിനക്ക് പിന്മാറ്റം സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ പറയട്ടെ. ദൈവത്തിന്റെ കൽപ്പന നിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തോട് ആ വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുമ്പോ നീ കേട്ട പാതിയും കേൾക്കാത്ത പാതിയും തൊട്ട് ഒരു കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? പിന്മാറ്റം വരാൻ തുടങ്ങും. പിന്മാറ്റം വരാതിരിക്കണമെങ്കിൽ കേൾക്കുന്ന ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നീ പ്രമാണിക്കണം. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഇതിനകത്ത് സന്തോഷമുള്ള ദൈവത്തെ മനസ്സിലായ ദൈവമക്കളെ, ദൈവത്തിന്റെ കൽപ്പനയെ സ്നേഹിക്കണം. അത് പ്രമാണിക്കാൻ കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നതിന് തെളിവാണ്. ആമേൻ സ്തോത്രം. ആമേൻ. ദൈവത്തിൽ നിന്നും ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ? ആരെ ജയിക്കണം? ആരെ ജയിക്കണം? എല്ലാരും ഉണ്ടോ? ദൈവത്തിന് ജനിച്ചവൻ ആരെ ജയിക്കണം? ഇന്ന് രാത്രി കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി കഴിയുന്നുണ്ടോ? ജീവരക്ഷ പ്രാപിക്കണമെങ്കിൽ, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ആകണമെങ്കിൽ നീ ലോകത്തെ ജയിക്കണം. ലോകത്തെ ജയിക്കണമെങ്കിൽ എന്ത് പ്രാപിക്കണം? അഭിഷേകത്തിന്റെ നിറവിൽ നിൽക്കണം. അഭിഷേകത്തിന്റെ ശക്തിയോടെ നിൽക്കണം. അഭിഷേകത്തിന്റെ ശക്തിയോടെ നിന്ന നിനക്ക് ആരെ ജയിക്കാൻ കഴിയും? ലോകത്തിന്റെ ശക്തികളെ ജയിക്കാൻ കഴിയും. ലോകത്തിന്റെ ശക്തികൾ ദൈവത്തിന്റെ പൈതലിനെതിരെ വ്യാപം നിൽക്കുമ്പോ, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നിൽക്കുമ്പോ അതിന്റെ മേൽ ജയമെടുക്കാൻ ആർക്ക് കഴിയും? അഭിഷേകമുള്ളവന് ജയിക്കാൻ കഴിയും. അവൻ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ദൈവസന് നിൽക്കും. സന്തോഷമുള്ള ദൈവമക്കളെ, അങ്ങനെയുള്ളവന്റെ മേൽ എന്തുണ്ട്? അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ദൈവം അവന്റെ മേൽ പകരും. അവൻ ലോകത്തെ ജയിച്ച് ലോകത്തിലായിരിക്കുമ്പോ, ജനത്തിലായിരിക്കുമ്പോ ഇതിനെയൊക്കെ ജയിച്ചു നിൽക്കും. ജയിച്ചു നിൽക്കുന്ന നിമിത്തം ആരുടെ കൂട്ടത്തിലാകത്തില്ല? നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാകത്തില്ല. ജീവരക്ഷ പ്രാപിച്ച് നിത്യതയും യേശുവിനോടൊപ്പം, കർത്താവിനോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരും. അതിനെന്തു വേണം? വിശ്വാസത്തോടെ. വിശ്വാസത്തോടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്തോടെ നീ ആരെ ജയിക്കണം? ലോകത്തെ ജയിക്കണം. ലോകത്തെ ജയിച്ചാൽ മാത്രമേ ജീവരക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സ്വതന്ത്രം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു? സന്തോഷമുണ്ടോ? ലോകത്തെ ജയിക്കുന്നവൻ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതിന് മാത്രമേ ലോകത്തെ ജയിക്കാൻ കഴിയൂ. സ്വതന്ത്രം. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർക്ക് ജീവരക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. നമ്മുടെ പ്രാണപ്രിയന്റെ വരവടുത്തിരിക്കുന്നു. യേശുവിന്റെ വരവിനെ അറിയിക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി വചനത്തിന് വളരെ പ്രസക്തിയുണ്ട് കേട്ടോ. ആ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ആയിത്തീരണമെങ്കിൽ ഇന്ന് രാത്രിയിലത്തെ ഈ ആരാധന, ഈ ആത്മീയ കൂട്ടായ്മ, ഈ ആത്മീയ നന്മ എന്റെ ജീവിതത്തിൽ പ്രാപിച്ചെങ്കിൽ ഈ ആരാധന കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ ചെല്ലുമ്പോഴും മറ്റുള്ളിടത്താവുമ്പോഴും ആരെ ജയിച്ച് ഞാൻ നിൽക്കണം? ലോകത്തെ ജയിച്ചു നിൽക്കണം. ലോകത്തിൽ നിനക്കെതിരെ വ്യാപരിക്കുന്ന, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ വ്യാപരിക്കുന്ന, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനെതിരെ വ്യാപരിക്കുന്ന, നിന്റെ ശരീരാദികളോട് പോരാടുന്ന പോരുകള് ശത്രുവിന്റെ സകല ബലത്തെ ജയിപ്പാനുള്ള ദൈവകൃപ ഇന്ന് രാത്രി വചനത്തോടെ പ്രാപിക്കണം. ആത്മാവിൽ അതിനായി പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങനെ ആത്മാവിനെ നിറയ്ക്കണമേ. അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ആത്മാവിൽ നിറഞ്ഞ് നീ ദൈവത്തെ ആരാധിക്കുമ്പോ ആരെ ജയിക്കുക? ലോകത്തെ ജയിക്കുക. അവൻ ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ലോകത്തെ ജയിച്ചവൻ ആരാ? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ ക്രിസ്തു. കാൽവരി ക്രൂശിൽ ശത്രുവിന്റെ മേൽ ജയം കൊണ്ടാടിയവൻ, ശത്രുവിന്റെ തല തകർത്ത് ജയം കൊണ്ടാടിയവൻ, നീതിമാനായ കർത്താവ്. ആ നീതിമാനിലൂടെ നീതീകരിക്കപ്പെട്ടവന്റെ ഭവനത്തിൽ ജയത്തിന്റെ കൊടികൾ ഉയരും. ജയത്തിന്റെ കൊടികൾ ഉയരുന്നവൻ ജീവരക്ഷ പ്രാപിക്കുന്നവൻ കൂട്ടത്തില. അല്ലാത്തവർ
നാശത്തിലേക്ക്. അതുകൊണ്ട് ആ തുടക്കത്തിൽ ശൗലിന്റെ അനുഭവം പറഞ്ഞത്. ശൗലിന്റെ അനുഭവം നമുക്കറിയാം. എങ്ങോട്ടായിരുന്നു? നാശത്തിലേക്ക് പോയി. എപ്പോ? കൃപ നഷ്ടപ്പെട്ടപ്പോ. രാത്രി സന്തോഷമുണ്ടോ? രാത്രി ഏറ്റെടുത്തോ? കേട്ടോ, രാത്രി ഏറ്റെടുത്തോ? പരിശുദ്ധാത്മ പറയുക, ഇന്ന് രാത്രി ഏറ്റെടുത്തു. ദൈവകൃപയിൽ നിന്നോ? ഇന്ന് രാത്രി ദൈവദാസനോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുക, ലോകത്തിന്റെ പോക്കെന്താ? അവൻ ദൈവത്തിന്റെ പൈതലിനെ പരാജയപ്പെടുത്താം, അവൻ ദൈവമക്കളെ പരാജയപ്പെടുത്താം, അഭിഷിക്തനെ ഇല്ലാതാക്കുക, അഭിഷേകം പ്രാപിച്ചവരെ ഇല്ലാതാക്കുക. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കുന്ന ഇന്ന് രാത്രി നാല് കാര്യങ്ങൾ ദൈവവചനത്തോട് പരിശുദ്ധാത്മ പറയുമ്പോ അത് മനസ്സിലാക്കൂ. അവൻ ലോകത്തിന്റെ അവൻ പദ്ധതി അവൻ ദൈവ പൈതലിനെ തകർക്കുക എന്നുള്ളതാ. നാമത്തിൽ അതിന്റെ നടുവിൽ ലോകത്തെ ജയിപ്പാൻ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തി ദൈവം പകരുക. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ആത്മീയ കൃപ പ്രാപിച്ച് എനിക്ക് ദൈവസന്നിധി നിൽക്കണമെങ്കിൽ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. വിശ്വാസത്തോടെ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കണം. ദൈവം തരുന്ന ഉപദേശം അനുസരിക്കണം. ദൈവം തന്ന ഉപദേശത്തിന് ഒത്തവണ്ണം ദൈവത്തിന്റെ വഴി നിൽക്കണം. ദൈവത്തിന്റെ ദൃഷ്ടി നിനക്ക് ആലോചന പറഞ്ഞു തരും. ആ ആലോചന നിൽക്കുമ്പോ ദൈവത്തിന്റെ സന്നിധി നിനക്ക് ആലോചനക്കാരനായി കർത്താവ് നിന്നോട് കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ മഹത്വത്തിലേക്ക് പ്രവേശിക്കും. അവർ മഹത്വത്തിലേക്ക് പ്രവേശിക്കും. രാത്രി സന്തോഷമുണ്ടോ? അവർ ജയിച്ചവരാ. അവർ ജയിച്ചവരാ, തോറ്റവരാ. രാത്രി സന്തോഷത്തോടെ നമ്മളെ തന്നെ സമർപ്പിച്ച് ഈ വചനത്തിന് ഭാഗം ധരിപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട ആലോചന തന്നു. ആരെ നന്ദിയോടെ സ്തോത്രം. ആമേ. നാമോ ആമേ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലെല്ലാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർ കൂട്ടത്തിലത്രേ ആകുന്നത്. രാത്രി ജീവരക്ഷ പ്രാപിക്കുന്നവർ കൂട്ടത്തിലായി തീരുക. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം, വിടുതലായി തീരണം. അതിനായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.